ചങ്ങാതിമാർ, കള്ളത്തരങ്ങൾ ഇതെല്ലാം തുറന്ന പുസ്തകമാകണം. അങ്ങനെ എന്തുകൊണ്ടാണെന്ന് സ്നേഹമില്ല, ചതിയും വഞ്ചനയും കാണിക്കുന്ന എന്തുകൊണ്ട്? ഇന്ന് ചതിയും വഞ്ചനയുടെ കാലമാ. പറ്റിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാം, ചതിക്കേണ്ടവർക്ക് എങ്ങനെ വേണമെങ്കിലും ചതിക്കാം. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചോ, കൊടുക്കുന്നതേ തിരിച്ചു കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. എടാ നീ വിചാരിക്കുന്നെന്തേ, നീ ഇങ്ങനെ ഒളിച്ചും പാത്തും പലതും ചെയ്തുകൊണ്ട് നടക്കുന്നു. ഒരു ദിവസം നിന്നെയും പറ്റിക്കപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെങ്ങളെ, നീ ഇങ്ങനെ 2-3 സിമ്മുമായിട്ട് ചാറ്റി നടന്നോ, നിന്റെ ഇക്ക തങ്ങളാണെന്നാ നീ വിചാരിക്കണേ. ഒരു ദിവസം ഓനും പോകും. അതങ്ങനെയാണ്, അതിൻ്റെ നിയമം അങ്ങനെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്നേഹമില്ലടയുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹമൊന്നുമില്ല. പരാതി, ഉസ്താദെ കല്യാണം കഴിഞ്ഞോ, സ്നേഹം പോയി. പ്രേമിച്ചപ്പോ എന്തായിരുന്നില്ലേ, ചക്കര മുത്തേന്നൊക്കെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം പോയി. സ്നേഹമില്ല ഉസ്താദെ. എങ്ങനെ സ്നേഹം ഉണ്ടാകും പെങ്ങളെ? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഈ ഇരിക്കണ ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നീ മരിച്ചുപോയി എന്ന് കരുതുക. അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നിങ്ങൾ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 10-21 ദിവസം കഴിഞ്ഞു. അപ്പോഴാ ഒരാൾ വന്നിട്ട് നിന്റെ ഭർത്താവിനോട് പറയുന്നു, ചങ്ങായി, ഭാര്യ മരിച്ചുപോയി, എന്ത് ചെയ്യാൻ, അതൊക്കെ റബ്ബിന്റെ തീരുമാനം. നിനക്ക് വലിയ പ്രായമൊന്നും ഇല്ലല്ലോ, മക്കളൊക്കെ ചെറുതല്ലേ, നമുക്കൊരു കല്യാണം ആലോചിച്ചാലോ. മരിച്ചുപോയ നിന്റെ ഭർത്താവിന്റെ ചാരത്ത് വന്നിട്ട് ഒരാൾ പറയുക, അളിയ ഒരു നല്ല പെൺകുട്ടിയുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ. ഭർത്താവ് പറയുന്ന മറുപടി, 40 കഴിയട്ടെ എളിയ, അല്ലെങ്കിൽ നാട്ടുകാർ വല്ലതും പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചാ നീയൊക്കെ കണ്ണ് നിറഞ്ഞു പോകും. മനോഹരമായ ചരിത്രമാണ്. വായിച്ചു നോക്കണേ ചെറുപ്പക്കാരാ. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയോ? അല്ലാഹുവേ, മരണമെടുത്തെന്ന് മനസ്സിലാവുകയാണ്. ഉമർ ഇബ്നു